PSC പരീക്ഷകളിൽ വളരെ വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് ഉയർന്നൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് ഡിഗ്രി പ്രിലിമിനറിയുടെ 3ാം ഘട്ട പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കും വരാൻ പോകുന്ന 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ളൊരു ക്ലാസ്സാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ജലസേചനം എന്നത് ഘടകപദമാക്കിയാൽ എങ്ങനെ വരും? നോക്കാം. ജലസേചനം എന്നത് ഘടകപദമാക്കിയാൽ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആദ്യം ജലത്തിൻ്റെ സേചനം, ജലത്താൽ സേചനം, ജലത്തിലെ സേചനം, ജലത്തിനുള്ള സേചനം. ഇതിൽ ജലസേചനം എന്നതിനെ ഘടകപദമാക്കിയാൽ എങ്ങനെയാണ് വരുന്നത്? ജലത്തിൻ്റെ സേചനമാണ് ജലസേചനം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താണ്? ജലസേചനം എന്നത് ഘടകപദമാക്കിയാൽ ജലത്തിൻ്റെ സേചനമാണ് ജലസേചനം. ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, അബദ്ധ പഞ്ചാംഗം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? നമ്മളോട് നിരന്തരം പരീക്ഷയിൽ ശൈലികളും അതിൻ്റെ അർത്ഥവും ചോദിക്കാറുണ്ട്. അബദ്ധ പഞ്ചാംഗം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് അബദ്ധ പഞ്ചാംഗം എന്നതിൻ്റെ അർത്ഥം? നോക്കാം. നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് വരാം. തെറ്റായ പഞ്ചാംഗം, മുഴുവൻ അബദ്ധം, തെറ്റിയ കണക്കുകൂട്ടൽ, ആശയപരമായി വ്യത്യസ്തം. അപ്പം 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ ഡി എന്താണ്? ആശയപരമായി വ്യത്യസ്തം. സി തെറ്റിയ കണക്കുകൂട്ടൽ, ബി മുഴുവൻ അബദ്ധം, എ തെറ്റായ പഞ്ചാംഗം. അബദ്ധ പഞ്ചാംഗം എന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മുഴുവൻ അബദ്ധം എന്നതാണ് അബദ്ധ പഞ്ചാംഗം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എന്താണ്? അബദ്ധ പഞ്ചാംഗം എന്നാൽ മുഴുവൻ അബദ്ധം എന്നാണ് ആ ഒരു ശൈലി അർത്ഥമാക്കുന്നത്. പൊൻ അധികം കിണ്ണം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെയായിരിക്കും? ഈ ഓപ്ഷൻസിൽ പൊൻ അധികം കിണ്ണം എന്നത് ശരിയായിട്ട് ചേർത്തെഴുതിയിട്ടുള്ളത് ഏത് ഓപ്ഷനിലാണ്? നമുക്ക് നോക്കാം ഓപ്ഷൻസ്. പൊൻകിണ്ണം, പൊന്നുകിണ്ണം, പൊൽക്കിണ്ണം, പൊൻകിണ്ണം. ഇതിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പൊൻ അധികം കിണ്ണം എന്നത് ശരിയായിട്ട് ചേർത്തെഴുതുന്നത് നോക്കുമ്പോൾ നമ്മൾ പൊൻകിണ്ണം എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത. എന്നാൽ പൊൽക്കിണ്ണം അതാണ് ശരിയായിട്ടുള്ളത്. പൊൽക്കിണ്ണമാണ്. പൊൻ അധികം കിണ്ണം എന്നത് ശരിയായിട്ട് ചേർത്തെഴുതിയാൽ പൊൽക്കിണ്ണം എന്നാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തത്, റൗണ്ട് ദ ക്ലോക്ക് എന്നതിൻ്റെ തർജ്ജമയാണ് ഏതാണ്? ഈ ഓപ്ഷൻസിൽ റൗണ്ട് ദ ക്ലോക്ക് എന്നതിൻ്റെ തർജ്ജമ ഏതാണ്? ശരിയായ തർജ്ജമ ഏതാണ്? റൗണ്ട് ദ ക്ലോക്ക് ഏതാണ്? നോക്കാം. സ്വപ്നലോകത്തിൽ അവസാന നിമിഷം വരെ വിശ്രമമില്ലാതെ വളരെ വേഗത്തിൽ. ഇതിലേതാണ് റൗണ്ട് ദ ക്ലോക്ക് എന്നതിൻ്റെ തർജ്ജമ? റൗണ്ട് ദ ക്ലോക്ക് എന്നതിൻ്റെ ശരിയായ തർജ്ജമ എന്ന് പറയുന്നത് വിശ്രമമില്ലാതെ. ഓപ്ഷൻ സി ആണ്. വിശ്രമമില്ലാതെയാണ് റൗണ്ട് ദ ക്ലോക്ക് എന്നതിൻ്റെ ശരിയായ തർജ്ജമ. അന്യൻ്റെ ഭാര്യ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? എന്താണ് ചോദ്യം? അന്യൻ്റെ ഭാര്യ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? നോക്കാം. പരകാര്യം, പരദാരം, പരക്ഷേത്രം, അപരസ്ത്രീ. ഇതിലേതാണ് അന്യൻ്റെ ഭാര്യ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം? പരദാരമാണ് അന്യൻ്റെ ഭാര്യ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം. ഏതാണ്? പരദാരമാണ് അന്യൻ്റെ ഭാര്യ. അന്യൻ്റെ ഭാര്യ എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? പരദാരം. അന്യൻ്റെ ഭാര്യ പരദാരം. മാളിക എന്നതിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത് ഏതാണ്? എന്താണ് ചോദ്യം? മാളിക എന്നതിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത് ഏതാണ്? ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ചാലേ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കൂ. പര്യായ പദമായിട്ട് വരാത്തതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മാളികയുടെ പര്യായ പദമായിട്ട് വരാത്തത് ഏതാണെന്ന് നോക്കാം. ഹർമ്മ്യം, പ്രസാദം, സൗദം, രസാലം.
ഇതിൽ ഓപ്ഷൻ ഡി രസാലമാണ് മാളിക എന്നതിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത്. അപ്പോൾ ഹർമ്മ്യം, പ്രസാദം, സൗദം ഇതെല്ലാം മാളികയുടെ പര്യായ പദങ്ങളാണ് അല്ലേ? മാളികയുടെ പര്യായ പദങ്ങളല്ലേ ഇവയെല്ലാം? ഹർമ്മ്യം, പ്രസാദം, സൗദം. ഏതൊക്കെയാണ്? ഹർമ്മ്യം, പ്രസാദം, സൗദം ഇതെല്ലാം മാളികയുടെ പര്യായ പദങ്ങളാണ്. രസാലമാണ് പര്യായ പദമായിട്ട് വരാത്തത്. താഴെ കൊടുത്തതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് പറയണം. ഈ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷൻസിൽ തെറ്റായ ജോഡി ഏതാണ്? നമ്മളിവിടെ എന്താണ് വിപരീത പദങ്ങളൊക്കെ നോക്കുമ്പോൾ ആമയം നിരാമയം, ഉഗ്രത്തിൻ്റെ എന്താണ് വിപരീത പദം? ശാന്തമാണ് അല്ലേ? അണിയത്തിൻ്റെ വിപരീത പദമാണ് അമരം. ആയം, അനാമയം. ഇതിലേതാണ് തെറ്റായ ജോഡി? ആമയത്തിൻ്റെ വിപരീത പദം നിരാമയമാണെന്ന് നമുക്കറിയാം. ആമയം, നിരാമയം. ഉഗ്രത്തിൻ്റെ വിപരീത പദമാണ് ശാന്തം, അതും അറിയാം. അണിയത്തിൻ്റെ വിപരീത പദമാണ് അമരം, അണിയം, അമരം. ആയത്തിൻ്റെ അനാമയം. ഇത് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. ആയം, അനാമയം എന്നതാണ് തെറ്റായ ജോഡി. അടുത്ത ചോദ്യം, തിര എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാനാവാത്ത പദമേതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. തിര എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാനാവാത്ത പദം ഏതാണ്? തിര എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാനാവാത്ത പദം അത് പ്രതീരമാണ്. ഓപ്ഷൻ ഡി പ്രതീരമാണ് തിര എന്നർത്ഥത്തിൽ ഉപയോഗിക്കാനാവാത്ത പദം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ബാക്കിയെല്ലാം തിര എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദങ്ങളാണല്ലേ. കല്ലോലം, വീജി, ഓളം ഇതൊക്കെ തിര എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന പദങ്ങളാണ്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. താഴെ കൊടുത്തതിൽ തെറ്റായ പദം ഏതാണ്? ഇതിൽ തെറ്റായിട്ടുള്ള പദം ഏതാണ്? ശുശ്രൂഷ. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. താഴെ കൊടുത്തവയിൽ ഘടകപദമാക്കിയാൽ വ്യത്യസ്തമായിട്ട് വരുന്നത് ഏതാണ്? ഈ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഘടകപദമാക്കിയാൽ തെറ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് വരുന്നത് ഏതാണ്? ഈ ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം കൃഷിപ്പണിയാണ് കേട്ടോ. ഈ കൊടുത്തിട്ടുള്ളതിൽ ഘടകപദമാക്കിയാൽ വ്യത്യസ്തമായിട്ട് വരുന്നത് കൃഷിപ്പണി എന്നുള്ള ഓപ്ഷനാണ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഈ 4 ഓപ്ഷൻസിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? മഹാ, അധികം, ഋഷി ഇതാണ് കൂട്ടത്തിൽ പെടാത്തത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പം എന്താണ് ഇവിടെ? എന്താണ്? പക്ഷി അധികം ഇന്ദ്രൻ, പക്ഷീന്ദ്രൻ എന്നല്ലേ വരിക. മത അധികം ആചാര്യൻ, മതാചാര്യൻ. ഗുരു അധികം ഉപദേശം, ഗുരുപദേശം. മഹാ അധികം ഋഷി, മഹാഋഷി. അപ്പം എന്താണ് ഇവിടെ കൂട്ടത്തിൽ വരാത്തത്? ഓപ്ഷൻ ഡി ആണ്. മഹാ അധികം ഋഷിയാണ് കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, മകളുടെ ഭർത്താവ് എന്നർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? എന്താണ്? മകളുടെ ഭർത്താവ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? ഏതാണ്? ജാമാതാവാണ്. മകളുടെ ഭർത്താവാണ് ജാമാതാവ്. മകളുടെ ഭർത്താവ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒറ്റപ്പദം ഏതാണ്? അത് ജാമാതാവാണ്. മകളുടെ ഭർത്താവ് എന്നർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന ഒറ്റപ്പദം ജാമാതാവാണ്. അടുത്ത ചോദ്യം എന്താണ്? എ ഷോട്ട് ഇൻ ദ ആം എന്നതിൻ്റെ മലയാള പരിഭാഷ എന്താണെന്നാണ് ചോദ്യം. എന്താണ്? എ ഷോട്ട് ഇൻ ദ ആം ഇതിൻ്റെ മലയാള പരിഭാഷ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഏറ്റവും കുറഞ്ഞ സമയത്ത്, കയ്യെത്തും ദൂരത്ത്, ശക്തമായ പ്രോത്സാഹനം, സ്നേഹത്തിൻ്റെ ഭാഷയിൽ. ഇതിൽ എ ഷോട്ട് ഇൻ ദ ആം എന്നതിൻ്റെ പരിഭാഷ ശക്തമായ പ്രോത്സാഹനം എന്നതാണ്. എന്താണ്? ശക്തമായ പ്രോത്സാഹനം. അടുത്ത ചോദ്യം എന്താണ്? തിക്തം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? തിക്തത്തിൻ്റെ വിപരീത പദമാണ് മധുരം. തിക്തത്തിൻ്റെ വിപരീത പദം ഏതാണ്? തിക്തത്തിൻ്റെ വിപരീത പദമാണ് മധുരം.
പുഴുക്കൾ എന്നത് ഏതു ബഹുവചന രൂപത്തിന് ഉദാഹരണമാണ്? ചോദ്യം എന്താണ്? പുഴുക്കൾ എന്നത് ഏത് ബഹുവചന രൂപത്തിന് ഉദാഹരണമാണ്? പുഴുക്കൾ എന്നത് ഏതാണ്? പൂജക ബഹുവചനം, നപുംസക ബഹുവചനം, സ്ത്രീലിംഗ ബഹുവചനം, പുല്ലിംഗ ബഹുവചനം. ഇതിൽ പുഴുക്കൾ എന്നത് ഏത് ബഹുവചനത്തിനാണ് ഉദാഹരണമായിട്ട് വരുന്നത്? ഏതാണ്? നപുംസക ബഹുവചനമാണ് അല്ലേ? നപുംസക ബഹുവചനത്തിന് ഉദാഹരണമാണ് പുഴുക്കൾ എന്ന് പറയുന്നത്. യുദ്ധം എന്നതിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത് ഏതാണ്? യുദ്ധത്തിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത് ഏതാണ്? മുദിരമാണ് അല്ലേ? ഓപ്ഷൻ ഡി മുദിരമാണ് യുദ്ധത്തിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത്. സമരവും രണവും സങ്കരവും ഒക്കെ എന്താണ്? യുദ്ധത്തിൻ്റെ പര്യായ പദമായിട്ട് വരുന്നതാണ്. മുദിരമാണ് യുദ്ധത്തിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത്. ഏതാണ്? മുദിരം. അടുത്ത ചോദ്യമാണ്, അഭ്യുദയകാംക്ഷി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താണ് ചോദ്യം? അഭ്യുദയകാംക്ഷി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്വന്തം ഉയർച്ച ആഗ്രഹിക്കുന്നവൻ, അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ, വലിയ പ്രതീക്ഷയുള്ളയാൾ, സ്നേഹത്തോടെ സംസാരിക്കുന്ന ആൾ. ഇതിലാരാണ് അഭ്യുദയകാംക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഭ്യുദയകാംക്ഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ് അഭ്യുദയകാംക്ഷി. നമ്മൾ പഴയ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളപ്പോൾ അതിലൊക്കെ എന്താണ്, ഈ ഗവൺമെൻറ്റിലേക്കും പോലീസ് അധികാരികളിലേക്കും അങ്ങനെ ഓരോ സ്ഥലത്തേക്കൊക്കെ ആൾക്കാർ ഊമക്കത്തുകളൊക്കെ അയച്ചിട്ട് ഒരു അഭ്യുദയകാംക്ഷി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ പണ്ടത്തെ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലേ. അപ്പോൾ അഭ്യുദയകാംക്ഷി എന്ന് പറഞ്ഞാൽ അന്യൻ്റെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാണ് അഭ്യുദയകാംക്ഷി. മതിമുഖി എന്നത് ഘടകപദമാക്കിയാൽ എങ്ങനെയാണ് വരിക? മതിമുഖി എന്നതിനെ ഘടകപദമാക്കിയാൽ എങ്ങനെ വരും? ഓപ്ഷൻസ് നോക്കാം. മതിയായ മുഖി, മതി എന്ന മുഖി, മതിയുടെ മുഖത്തോടു കൂടിയവൾ, മതി പോലുള്ള മുഖി. ഇതിലേതാണ് മതിമുഖി എന്നതിനെ ഘടകപദമാക്കിയാൽ വരുന്നത്? മതിമുഖി എന്നതിനെ ഘടകപദമാക്കിയാൽ മതിയുടെ മുഖത്തോടു കൂടിയവൾ. ഓപ്ഷൻ സി, മതിയുടെ മുഖത്തോടു കൂടിയവളാണ് മതിമുഖി. ഇവിടെ മതി എന്ന് പറഞ്ഞാൽ എന്താ? മതി എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ്റെ മുഖത്തോടു കൂടിയവൾ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെയുള്ളവൾ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലാണ് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മതിമുഖി എന്ന് പറഞ്ഞാൽ മതിയുടെ മുഖത്തോടു കൂടിയവളാണ് മതിമുഖി. നേരെ വിപരീതം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? നേരെ വിപരീതം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഇതിൽ ഘടകവിരുദ്ധമാണ്. ഘടകവിരുദ്ധമാണ്. നേരെ വിപരീതം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? ഘടകവിരുദ്ധം. താഴെ കൊടുത്തവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? ആദേശസന്ധിക്ക് ഈ ഓപ്ഷൻസിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏതാണ്? കൺ അധികം നീർ, കണ്ണീർ അല്ലേ? കൺ അധികം നീരാണ് ആദേശസന്ധിക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. എന്താണ് ഈ ആദേശസന്ധി എന്ന് പറയുന്നത്? നമ്മൾ സന്ധി നിയമങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. എന്നാലും എന്താണ് ആദേശസന്ധി എന്ന് ഞാൻ ഒരാവർത്തി കൂടി പറഞ്ഞു തരാം. എന്താണ് ഈ ആദേശസന്ധി എന്ന് പറയുന്നത്? രണ്ടു വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം അവിടെ മറ്റൊരു വർണ്ണം വന്ന് ചേരുന്നതാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നെൽ അധികം മണി, നെൽ അധികം മണി നമ്മൾ ചേർക്കുമ്പോൾ എന്താണ്? നെന്മണി അങ്ങനെ വരില്ലേ? അപ്പം അതാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. രണ്ട് വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണത്തിന് പകരം മറ്റൊരു വർണ്ണം വന്നു ചേരുകയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. കൺ അധികം നീർ, അതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ശുദ്ധമായ രൂപമേതാണ്? ഇതിൽ അസ്തമയം എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ശുദ്ധമായിട്ടുള്ള രൂപം. അടങ്ങി ഒതുങ്ങി കഴിയുന്ന സൂത്രശാലി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ശൈലിയുണ്ട് ഇതിൽ. അതേതാണെന്നറിയാമോ? അടങ്ങി ഒതുങ്ങി കഴിയുന്ന സൂത്രശാലി, അത് മിണ്ടാപ്പൂച്ചയാണ്. ഇപ്പം നമ്മൾ മര്യാദരാമൻ എന്നൊക്കെ കണ്ട് അത് വേണമെങ്കിൽ ഓപ്ഷനായിട്ട് എടുക്കും. മിണ്ടാപ്പൂച്ചയാണ് ഈ അടങ്ങി ഒതുങ്ങി കഴിയുന്ന സൂത്രശാലി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പണ്ട് പറയാറില്ലേ, മിണ്ടാപ്പൂച്ച കലമുടയ്ക്കും എന്നൊക്കെ ഓരോ ശൈലികൾ കേട്ടിട്ടില്ലേ? ഇവിടെ മിണ്ടാപ്പൂച്ച, അതാണ് ഈ അടങ്ങി ഒതുങ്ങി കഴിയുന്ന സൂത്രശാലി എന്ന ശൈലിയുടെ
അർത്ഥം. ഇവിടെ ഉപയോഗിക്കാവുന്ന ആ ഒരു ശൈലിയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ശൈലി, അതാണ് അർത്ഥം എന്നല്ല, ഈ ശൈലിയുടെ അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു ശൈലിയാണ് മിണ്ടാപ്പൂച്ച. ധനം എന്നതിൻ്റെ പര്യായ പദമായിട്ട് വരാത്തതേതാണ്? ദ്രവ്യം, വിത്തം, അർത്ഥം. ഇതൊക്കെ ധനമാണ്, കരജമാണ് ധനം എന്നതിൻ്റെ പര്യായ പദമായിട്ട് വരാത്തത്. അപ്പം കരജമാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ കൊടുത്തവയിൽ വ്യത്യസ്തമായ രീതിയിൽ സന്ധി ചെയ്യാവുന്നത് ഏതാണ്? ഇവിടെ തിരു അധികം ഓണം, ഓപ്ഷൻ സി ആണ് എന്താണ് ഇതിൽ ഈ ഓപ്ഷൻസിൽ വ്യത്യസ്തമായ രീതിയിൽ സന്ധി ചെയ്യാവുന്നത്. നിങ്ങൾ സന്ധി നിയമങ്ങളുടെ ആ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. താഴെ കൊടുത്തതിൽ തെറ്റായ ജോഡി ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ്, അഴൽ നിഴൽ. ഇത് തെറ്റായിട്ടുള്ളൊരു ജോഡിയാണ് കേട്ടോ. ആയം വ്യയമാണ്, അത്താഴം മുത്താഴമാണ്, ഉന്നതി അവനതിയാണ്. അഴൽ നിഴൽ ഇതാണ് തെറ്റായ ജോഡി. വട്ടമുഖം എന്നത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? വട്ടമുഖം എന്നുള്ളത് ഏത് സന്ധി നിയമത്തിന് ഉദാഹരണമാണ്? ഇത് ലോപസന്ധിയാണ്. വട്ടമുഖം എന്നുള്ളത് ലോപസന്ധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ക്വസ്റ്റ്യൻ എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ ഏതാണ്? ഓപ്പൺ ക്വസ്റ്റ്യൻ എന്നതിൻ്റെ ശരിയായിട്ടുള്ള തർജ്ജമ എന്ന് പറയുന്നത് സംശയാസ്പദമായ കാര്യം എന്നതാണ്. ഓപ്പൺ ക്വസ്റ്റ്യൻ എന്നാൽ എന്താണ്? സംശയാസ്പദമായ കാര്യം. ഓപ്പൺ ക്വസ്റ്റ്യൻ സംശയാസ്പദമായ കാര്യം.